പോകുന്നില്ലെന്നാണ് പറയുന്നത്. വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ വെച്ച് കാണിച്ചാൽ. പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചാനലുകാർ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുകയോ ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരോട് ചോദിക്കുന്നതിൻ്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പം മകളാണ് സംസാരിക്കുന്നത്. എന്തിനും മകൾ സംസാരിക്കണം? അത് ന്യായമായ ചോദ്യമല്ലേ? മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത്, അമ്മയല്ലേ പോണേ. അപ്പം അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത്. അതുപോലെ തന്നെ വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശാ വർക്കർ ആയതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട്. അപ്പം അന്നേരത്തിന് എന്നോട് പറയുക, ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച 15-ാം തീയതി പുള്ളിക്കാരി 9-ന്റെ പുല്ലാടന് സാരി വാരി വലിച്ചു കൊടുത്തുകൊണ്ടാണ് ബസ്സിൽ കയറി പോയെന്ന്. ബസ്സിൽ കയറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു. ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോകാമെന്നും പറഞ്ഞ് പോയ ഒരു വ്യക്തിയാണ്. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഇല്ല. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ജിസ്സിമോൾ മരിച്ച സമയത്ത് അവിടുത്തെ നാട്ടുകാരുടെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവിടെ തന്നെയുള്ള ഒരു ആശാ വർക്കറായിട്ടുള്ള ഒരു ചേച്ചി എടുത്ത് മീഡിയാസും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു വേലക്കാരിയെ പറ്റി ആ ഒരു മാധ്യമങ്ങളോട് ആ ഒരു ചേച്ചി പറയുമായിരുന്നു. അവർ ആശാ വർക്കറൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ ഇവരെ കാണാൻ മനഃപൂർവ്വമായിട്ട് ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു ഹെൽത്ത് സെൻറ്ററിൽ ചെല്ലുകയും അവരെടുത്ത് വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും, അത് നീ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ലോൺ എങ്ങനെയെങ്കിലുമൊക്കെ അടയ്ക്കാമെന്ന് നീ അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ആശാ വർക്കറിൻ്റെ അടുത്ത് ആ ഒരു മോളി വന്ന് ഇത് വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അടുത്ത ഒരു ഇൻ്റർവ്യൂ പോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ടായിരുന്നു രാവിലെ മുതൽ. ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ഒരു മോളി ഇവിടെ ഈ കരോട്ട അവരുടെ വീട്, ഈ കരോട്ട അവരുടെ വീട്. അപ്പൊ അന്നേരത്തിന് അവരിവിടെ വേട്ടൻ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങൾ ആശമാരെല്ലാവരും ഉണ്ട്. അപ്പൊ അന്നേരത്തിന് ഞങ്ങളൊക്കെ ശരിയിരിക്കും. അപ്പൊ അവിടെ ഒന്ന് ചോദിച്ചാൽ ജോലി അത് തന്നെ. അപ്പൊ പുള്ളിക്കാരി ഓടി വന്നിട്ട് പറഞ്ഞു, BP ഷുഗർ നോക്കൂന്ന് ചോദിച്ചു. അപ്പൊ അവർ അതിന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ആരാന്നറിയാൻ വേണ്ടി കസേരയിൽ ഇങ്ങനെ തന്നെ നോക്കി കഴിഞ്ഞപ്പം പുള്ളിക്കാരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു മോളി ചേച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെ കണ്ടു പുള്ളിക്കാരി, നല്ലപോലെ എന്നെ കണ്ടു, വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇല്ല ഞാൻ പോവാന്ന് പറഞ്ഞു. വേണ്ട പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഈ ഗേറ്റ് കഴിഞ്ഞ് ചക്കലങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ചു കയറി വന്നു. എന്നിട്ട് ഇനി എന്നെ പറയാത്തൊന്നുമില്ല. ഇനി പറയുക ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയാലും ഗീതയ്ക്ക് തന്നെ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കാശ് താമസിച്ച് തരും. അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം. അപ്പം ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും, അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയേണ്ട. ഞാൻ ചേച്ചി ഞാൻ എന്താ പറഞ്ഞേ, നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോ നമ്മൾ പലരെ സംശയിക്കും. വേലക്കാരിയാണെങ്കിൽ ഇവരെ കാണാൻ മനഃപൂർവ്വം വേണ്ടി വന്നതാണെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ കണക്കൊരു സംശയം പ്രകടിപ്പിച്ച സമയത്തുണ്ട് ഇത് ഇവരെ നേരെ തിരിയോ എന്നുള്ളൊരു കാര്യം പേടിയൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതേ കണക്ക് ആദ്യമേ ചെക്കപ്പൊക്കെ ഒരു BP ഒക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഈ ഒരു ആശാ വർക്കറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് തർക്കിക്കുകയും നീ എൻ്റെ കാര്യമൊന്നും നോക്കണ്ട, ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കും, പൈസയൊക്കെ ഉണ്ടാക്കും, ലോൺ അടയ്ക്കുക, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചിട്ട് അവർ പോയത്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെ പറ്റിയൊക്കെ ഈ ഒരു ജിസ്മോക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യമൊക്കെ അറിയാമെന്നുള്ളതും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അവരെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് നടന്നതെന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേനും അവിടെ നടന്ന കംപ്ലീറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അവിടെ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ജിസ്മോൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, അതുപോലെ അമ്മായിയമ്മ, ഭർത്താവിൻ്റെ സഹോദരി, ഇവരെ നിന്നൊക്കെ എന്തൊക്കെ അനുഭവിച്ചു എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കേസ് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. പോലീസ് അത് കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു വേലക്കാരിയുടെ അടുത്ത് ഡൗട്ടുണ്ട്. ആ വീടിനടുത്തുള്ള പേര് താമസിക്കുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം ഉണ്ട് ഈ ഒരു വേലക്കാരി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന കണ്ടായിരുന്നു. ആ സമയത്ത് അവരെ വിളിച്ച് ചോദിച്ച സമയത്ത് അവരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം അമ്മ ഉറങ്ങുവാണ് അതുകൊണ്ടാണ് കരയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തടി തപ്പി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വേലക്കാരിയെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഈ കേസ് മുമ്പോട്ട് പോകത്തേ ഉള്ളൂ. അവർ മെയിനായിട്ടുള്ള ഒരു സാക്ഷിയായിരിക്കും. കാരണം അവിടെ തന്നെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവരെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വെളിയിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് പോലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ കേസ് ഇനി മുമ്പോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും ഹസ്ബൻഡിനെയും അമ്മായിച്ചനെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്തെങ്കിൽ അവർ ചിലപ്പോൾ എല്ലാം പറഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഇവരെ കറക്റ്റായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെല്ലാം പറയും. കാരണം അവർ സാധാരണ ആൾക്കാർ, അവരെയൊക്കെ പെട്ടെന്ന് ചോദ്യം ചെയ്ത് നമുക്ക്
പറയാവുന്നതേ ഉള്ളൂ. അവർ സത്യങ്ങൾ പെട്ടെന്ന് പറയും. അപ്പോൾ പോലീസ് അവരെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്ത് അവർ സത്യം പറയുമെന്നാണ് തോന്നുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഇതിൽ വേലക്കാരിക്കും പങ്കുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ പറയുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.